വെള്ളക്കെട്ട് രൂക്ഷമായ പത്തനംതിട്ടയിൽ കായംകുളത്ത് നിന്ന ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട്. റഹീസ് റഷീദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് റഷീദ്, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ, നമ്മുടെ പോരാളികൾ മത്സ്യയാനങ്ങളുമായി എത്തിയോ? അരുൺകുമാർ, കേരളത്തിന്റെ സൈന്യമെന്ന് നമ്മൾ പ്രളയകാലത്ത് വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിത്തുടങ്ങി. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് ശിവകാരുണ്യം എന്നു പേരുള്ള ഒരു മത്സ്യബന്ധന ബോട്ടാണ്, വള്ളമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അത് വെള്ളത്തിലേക്ക് അവർ റോഡ് മാർഗം വന്നു. അതിനുശേഷം വെള്ളത്തിലേക്ക്, ഇപ്പോൾ നിൽക്കുന്നതും റോഡാണ്, റോട്ടിലെ വെള്ളത്തിലേക്ക് അത് ഇറക്കാനുള്ള ശ്രമം ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ട് വന്നാണ് അത് സ്വന്തം? അത് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം DD ഓഫീസിൽ നിന്ന് ഇൻറ്റിമേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തി ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്പോട്ടിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. ഇവിടെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് ക്യാമ്പ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു വെളുപ്പിനോട് കൂടിയിട്ട് MLA വിളിക്കുകയും വളരെ മഴ കൂടിയിട്ടുണ്ട്. ആയതിനാൽ ഇന്ന് രാവിലെ തന്നെ അവിടുന്ന് വേറെ ടീം വന്നിട്ടുണ്ടോ? ഇപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, MLAയുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇപ്പോൾ 2 ബോട്ടുകൾ ഓൾറെഡി തിരുവല്ലയിൽ ഞങ്ങളുടെ മറ്റു ബോട്ടുകൾ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ കൂടുതൽ സാഹചര്യമുണ്ടെങ്കിൽ തിരുവല്ലയിൽ നിന്ന് ചെങ്ങന്നൂർ സൈഡിൽ നിന്നുകൂടെ ബോട്ടുകൾ ഇറങ്ങാൻ പറ്റും. ഇങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. പുതിയ ബോട്ടുകൾ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് അവിടെ ബോട്ടുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴ ഇപ്പോഴാണല്ലോ, ഇന്നലെ രാത്രിയോടുകൂടിയായിട്ടാണല്ലോ ഇത്രയും രൂക്ഷമായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത് ഈ പ്രദേശത്തൊക്കെ. പിന്നെ ഈ മത്സ്യബന്ധന യാനങ്ങൾ ചെറിയ വെള്ളമുള്ള സമയത്ത് നമുക്ക് ഇറക്കാൻ കഴിയില്ല. വെള്ളത്തിൻ്റെ ഒരു നിരപ്പ്. കടലിൽ പോകുന്ന ആളാണ് ഇവിടെ. ആളുകൾക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ നിങ്ങളുണ്ട് കൂടെ? എപ്പോഴും ഉണ്ടാവും. വെള്ളത്തിലിറങ്ങി എല്ലാവരെയും രക്ഷപ്പെടുത്തും. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. നിങ്ങൾ 2 ദിവസമായിട്ട് ഇവിടെ അതാണ്, അത് പുറത്തേക്ക് ഇറക്കാൻ നിൽക്കുകയാണ്. ഇതാണ് ചേട്ടനാണ് ഇതിൻ്റെ ഓണർ എന്ന് തോന്നുന്നു. ഒന്ന് താഴ്ത്തരോ? എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നിങ്ങൾ മത്സ്യത്തൊഴിലാളികൾ കേരളത്തിനൊപ്പം ഉണ്ട്. ഉണ്ട് 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 കൂടുതൽ വള്ളങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ വള്ളങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇറക്കാനാണോ നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയത്? ഇവിടെ ഇറക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയുന്നിടത്തല്ലേ ഇറങ്ങാനൊക്കെ അതുള്ളൂ. കടലിൽ പോവോ ചേട്ടൻ? കടലിൽ പോവാതെ ഓണർ മാത്രമാണോ? കടലിൽ പോകുന്ന ആളാണോ? കടലിൽ പോകുന്ന ആളാണ്. കുറച്ച് ദിവസത്തേക്ക് പോകുന്നില്ല? ഇല്ല, പോകുന്നില്ല. പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പ്രശ്നം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. വേറെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് സനിൽ. എവിടെയാണ് നിങ്ങൾ എവിടെയാണ് സാധാരണ കടലിൽ പോകുന്നത്? എവിടുന്നാണ് ഇറങ്ങുന്നത്? കായംകുളം ഹാർബർ. അവിടെ കടൽ കയറുന്ന പ്രശ്നം കൂടെ ഉണ്ടോ? ഉണ്ട്. അവിടെ പ്രശ്നമുള്ളപ്പോഴും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണ്? അവിടെ വേറെ ആളുകൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ? വേറെ ആളുകളുള്ള വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതാണ് അരുൺകുമാർ. അവരുടെ സ്ഥലത്ത്, കായംകുളത്ത് ഇവർ കടലിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് അവിടെ വെള്ളക്കയറ്റം ഇപ്പോൾ കടലിൻ്റെ ഭാഗത്തുണ്ട്. എന്നിട്ടും അവർ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇവരെ കഴിഞ്ഞ പ്രളയത്തിൽ നമ്മൾ കണ്ടതാണ് ഏത് തരത്തിലായിരുന്നു കൊല്ലത്തു നിന്നും മറ്റ് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിൽ നിന്നുള്ള ടീമുകൾ രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് ഒരു സാഹചര്യം മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം ഒരുക്കങ്ങൾ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യത്തെ വള്ളം ഇവിടെ ആറന്മുളയ്ക്ക് സമീപം ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കുന്നു. ഓക്കെ, നമ്മുടെ റഹീസ് റഷീദ് ആദ്യത്തെ വള്ളം നീറ്റിലിറങ്ങുകയാണ്. ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ സൈന്യത്തിൻ്റെ ആദ്യത്തെ വള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. റെസ്ക്യൂ പ്രവർത്തകരുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സൈന്യം എത്തിക്കഴിഞ്ഞു. ഇനി ഏതെങ്കിലും തരത്തിൽ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ അതവർ കൈകാര്യം ചെയ്തോളും. പക്ഷേ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ 1-ാം നിലയിലൊന്നും ഇപ്പോൾ ഇനി കയറി അധികം നേരം ഇരിക്കരുത്. ബന്ധുവീടുകളിലേക്കാണെങ്കിൽ ബന്ധുവീടുകളിൽ, ഷെൽട്ടറിലേക്കാണെങ്കിൽ ഷെൽട്ടറിലേക്ക് അധികാരികൾ പറയുന്നതിനനുസരിച്ച് നീങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. വള്ളമൊക്കെ വരും. അതൊക്കെ അത്യന്തം അപകടകരമായ സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാൻ ഇത് കഴിയുള്ളൂ. ചെറിയ വെള്ളമൊന്നും പൊങ്ങിയാൽ ഇത് ഇറങ്ങൂല. കാരണം പ്രേക്ഷകർ കടലിൽ പോകുന്ന വെള്ളമാണ്. മാത്രമല്ല, എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഈ പറയുന്ന ചേട്ടന്മാർ അവിടെ നാട്ടിൽ കടൽ കയറിക്കൊണ്ടിരിക്കുക. പക്ഷേ നാട്ടിലുള്ള മക്കളെയും ബന്ധുക്കളെയും എല്ലാം അവിടെയുള്ള നാട്ടുകാരെ ഏൽപ്പിച്ചിട്ട്, തങ്ങളുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഈ നാട്ടിലേക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. തിരിച്ചു പോകുമ്പോൾ ഈ ബോട്ടിന് എന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ അതിനുള്ള പ്രതിവിധി സർക്കാർ തന്നെ കണ്ടെത്തണം. അതിന് അവർക്ക് അത്യാവശ്യം ധനസഹായങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. ഈ സ്ഥിരമായിട്ട് നമ്മളെ സഹായിക്കാൻ എത്തിച്ച് ഒടുവിൽ അവർ പട്ടിണിയിലായി പോകരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നമ്മൾ ഇപ്പോൾ പറയും അവർ തൊഴിലാളികളാണ്, അവർ പോരാളികളാണ്, അവർ നമ്മളുടെ സൈന്യമാണ് എന്നൊക്കെ പറയും. കുറച്ച് കഴിയുന്ന സമയത്ത് അവരുടെ വയറിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് എന്ത് സൈന്യം എന്ന മട്ടിൽ പോകരുത്. തീർച്ചയായിട്ടും അവരെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനം നടത്തിയ കാര്യം. ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ ബോട്ടിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിക്കാം സ്വാഭാവികമായി. കടലിൽ പോകുന്ന ബോട്ടല്ലേ, ഇതിപ്പോൾ ഇറങ്ങുന്നത് റോഡിലൂടെയാണല്ലോ. ഈ ബോട്ട് ഇപ്പോൾ പോകാൻ പോകുന്നത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന റോഡിലൂടെ. അപ്പോൾ റഹീസ് റഷീദാണ് നമുക്കൊപ്പം ചേർന്നത്.